മൊബൈൽ ഫോണുകളുടെ ഏറ്റവും വലിയ ചോയ്സും വിലക്കുറവാണോ നോക്കുന്നത്? എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. പോലെ മൂന്നാർ മാർക്കറ്റിലാണ് ഞാൻ കടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും പച്ചക്കറി മാർക്കറ്റാണ്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പച്ചക്കറി കിട്ടും. ഇവിടെ കാന്തല്ലൂർ, മറയൂർ, വട്ടവട ഇങ്ങനെയൊക്കെ പറയുന്ന, അതുപോലെ ഉദുമൽപേട്ട് ഇവിടെ അടുത്ത സ്ഥലമാണ്. ഉദുമൽപേട്ട് തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ നല്ല പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ എപ്പോഴും മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നി, വ്യാപാരികളൊക്കെ ഹാപ്പിയാണ്. മാം ടൂറിസ്റ്റ് ആയിട്ട് വന്നാണോ അതോ സാധനം വാങ്ങിക്കാൻ വന്നത്? ടൂറിസ്റ്റ് ആയിട്ട് പേരെന്നാ? ഷൈനി. എവിടെന്നാ വന്നേ? പിറവം. താങ്കളോ? പിറവത്തുകാരനാണ്. ഓക്കെ ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടാ ഇങ്ങോട്ട് വന്നേ. കച്ചവടം കുഴപ്പമില്ല, നന്നായി പോയി അല്ലേ? എവിടെയാ നാട്? എവിടെയാ? ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് കുറെ കാലമായോ? സന്തോഷമല്ലേ ജീവിതം? ഓക്കെ. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എങ്ങനെ? നമസ്കാരം. ரொம்ப നന്നായിരിക്കുന്നു. കച്ചവടം നന്നായി പോകുന്നു. ആണല്ലേ? നല്ല ഹാപ്പിയാണ്. അതാണ് വേണ്ടത്. തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുണ്ടോ? വേണ്ടല്ലേ? സാധനങ്ങൾക്ക് വില കൂടിയോ കുറഞ്ഞോ? വില കൊഞ്ചം കൂടിയുണ്ട്. പച്ചക്കറിയൊക്കെ ഇവിടുന്നാ വരുന്നത്? ഇവിടെ പച്ചക്കറി ഉടുമലപ്പേട്ട ആ പ്രദേശങ്ങളിലാണ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പം മായമില്ലാത്ത പച്ചക്കറി ആൾക്കാർക്കെല്ലാം കൊടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം. നമുക്ക് ഈ കുറച്ച് ആളുകളൊക്കെ രാവിലെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ എവിടെ നിന്ന് വന്ന? അമ്മ ടൂറിസ്റ്റ് ആണോ? ഇവിടെ താമസിക്കുക? പള്ളി പോയി വരാണോ? പള്ളി പോയി എറണാകുളത്ത് വരിക അല്ലേ? ഓക്കെ ചേട്ടാ, നമസ്കാരം ചേട്ടാ. ഓക്കെ. അപ്പോൾ നമുക്കിനി പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളിതിൻ്റെ ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. കാരണം നമുക്ക് ഇനി പോകേണ്ടത് കോഴിക്കോട്. നിങ്ങൾക്കറിയാം, സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കാൻ പോവുകയാണ്. കലോത്സവത്തിന് ഒരുങ്ങി കോഴിക്കോട്. കലോത്സവത്തിനുള്ള ജേതാക്കൾക്കുള്ള ട്രോഫി ഇത്തവണയും ഒരുക്കുന്നത് തൃശ്ശൂരിലെ മറ്റം എന്ന ഗ്രാമമാണ്. പ്രേക്ഷകർക്കറിയാം, തൃശ്ശൂർ ട്രോഫീസ് ഫാക്ടറിയിലെ ട്രോഫികളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. നമുക്കൊപ്പം അതുപോലെ തന്നെ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങളും കോഴിക്കോട് റെഡിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നിന്ന് നമ്മൾ അതിവിപുലമായി വാർത്തകളും കലോത്സവ വിജയികളെക്കുറിച്ചുള്ള വിവരങ്ങളുമൊക്കെ പ്രേക്ഷകരിലെത്തിക്കാൻ 24 പതിവ് പോലെ വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. സാങ്കേതികമായും 24 ഏറ്റവും നല്ല ഒരു അവതരണ രീതിയായിരിക്കും ഇത്തവണയും അവലംബിക്കുക. നമ്മളുടെ കുറച്ചധികം സാങ്കേതിക പ്രവർത്തകർ ഇതിനകം തന്നെ കോഴിക്കോട് എത്തിക്കഴിഞ്ഞു. കലോത്സവത്തിന് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അർജുൻ മട്ടന്നൂർ, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗുഡ് മോർണിംഗ്. ഓവർ ടു യു. പറയൂ. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കോഴിക്കോട് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് തിരശ്ശീല ഉയരാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവിധ ഒരുക്കങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 24 വേദികളാണ് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വേദി വിക്രം മൈതാനമാണ്. വെസ്റ്റ് ഹില്ലിലെ ഈ വിക്രം മൈതാനം ഏതാണ്ട് 30 വർഷത്തിന് ശേഷമാണ് ഈ സൈന്യത്തിന്റെ അധീനതയിലുള്ള ഈ ഒരു ഗ്രൗണ്ട് ഇത്തരമൊരു പൊതുപരിപാടിക്കായി വിട്ടു നൽകുന്നത്. 8 ഏക്കറോളം വലിയൊരു ഗ്രൗണ്ടാണ് ഇവിടെയുള്ള പ്രധാന വേദി. അതിരാണിപ്പാടം എന്നാണ് ഈ വേദിയുടെ പേര്. ഇത്തരത്തിൽ സാഹിത്യ കൃതികളിലെ ഈ സ്ഥലനാമങ്ങളൊക്കെ തന്നെയാണ് ഓരോ വേദികൾക്കും പേരായി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ മുഖ്യവേദിയാണ് ഈ കാണുന്നത്. ഇതിന്റെ നിരവധി സവിശേഷതകളുണ്ട്. ഏത് ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ എല്ലാ മത്സരങ്ങളും കാഴ്ചക്കാർക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഏതാണ്ട് 15,000-ഓളം ആളുകൾക്ക് ഇരുന്ന് കാണാൻ തന്നെയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇത്തവണ ഈ കലോത്സവത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഈ പന്തൽ ഒരുക്കിയ ഉമ്മർ, അദ്ദേഹം ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായി ഇത്തരത്തിൽ കലോത്സവത്തിന് പന്തലുകൾ ഒരുക്കുന്നു. എന്തൊക്കെയാണ് ഇത്തവണത്തെ സവിശേഷതകൾ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു വലിയ പന്തലാണ് നമ്മൾ പ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. വളരെ സൗകര്യങ്ങളോടെയുള്ള 15,000-20,000 പേർക്ക് ഒരേ സമയം ഇരുന്ന് കാണാനുള്ള സൗകര്യങ്ങളുണ്ട് പന്തലിനകത്ത്. പിന്നെ 20,000 ചെയറുകൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ വളരെ വിശാലമായിട്ടുള്ള ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പന്തൽ പണിയുന്നത്. 40,000 ചതുരശ്ര അടി നമ്മൾ പണിയാറ്. ഇപ്രാവശ്യം 65,000 ചതുരശ്ര അടി മെയിൻ പന്തലും അതിനോടനുബന്ധമായിട്ടുള്ള പന്തലുകൾ 1,00,000 ചതുരശ്ര അടി പന്തലാണ് നമ്മൾ ഈ മെയിൻ വേദിയിൽ പണിതിട്ടുള്ളത്. അതുതന്നെയാണ് അതിന്റെ പ്രത്യേകത. ഇത്തരത്തിൽ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, നാളെ ഉച്ചയോടുകൂടി സ്വർണ്ണക്കപ്പ് കോഴിക്കോട്ടേക്ക് എത്തും. നിലവിൽ ജേതാക്കളായ പാലക്കാടിന്റെ കൈവശമാണ് സ്വർണ്ണക്കപ്പ് ഉള്ളത്. സ്വർണ്ണക്കപ്പ് നാളെ
ഉച്ചയോടുകൂടി കോഴിക്കോടിന്റെ അതിർത്തിയായ രാമനാട്ടുകരയിൽ നിന്ന് വലിയ ആഘോഷങ്ങളോടെ ഏറ്റുവാങ്ങും. അതിനുശേഷം കോഴിക്കോട് നഗരത്തിലേക്ക് കൊണ്ടുവരും. നാളെ ഈ സ്വർണ്ണക്കപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കപ്പുമായി ഒരു ഘോഷയാത്ര അടക്കം നടത്തുന്നുണ്ട്. മാത്രവുമല്ല നാളെ ഈ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ താങ്കൾക്കും കുടുംബത്തിനും ഐശ്വര്യ സമൃദ്ധമായ ഒരു പുതുവത്സരം ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ മൂന്നാർ ടൗണിന്റെ മറ്റൊരു പ്രദേശം, ഇതൊരു മാർക്കറ്റൊക്കെയാണ്. ചേട്ടാ, ഇത് മൂന്നാറിലെ ഏത് ഭാഗമാണ്? ഇത് മെയിൻ ബസാറാണ് അല്ലേ? എന്തോ പരിപാടി, ഹോട്ടലാണോ? റെസ്റ്റോറന്റ് അല്ലേ? ഓക്കെ. അപ്പൊ ചായ കുടിക്കാൻ സമയമില്ല, എന്നാലും ചേട്ടന്റെ റെസ്റ്റോറന്റ് ഒക്കെ നമ്മളൊന്ന് നോക്കാന്ന് വിചാരിച്ചു. ഹായ്. അപ്പൊ നിങ്ങൾ നമ്മോട് സംസാരിച്ച് ചായ കുടിക്കാൻ കഴിയും. കൊള്ളാം, നിങ്ങളുടെ പരിപാടി കൊള്ളാം എന്തായാലും. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ കടയിലേക്ക് ആള് കുറവുണ്ട്. ഓക്കെ, എന്താ പേരെന്താ? ഓക്കെ, ശരി. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, പേരെന്താ മാമിന്റെ? സന്തോഷം. അപ്പൊ തിരിച്ചു പോവോ? ടൂറിസ്റ്റ് ആയിട്ട് വന്നാണോ? ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് മൂന്നാറിലെ വലിയ ഹോട്ടലുകളുണ്ടോന്ന് ചോദിച്ചാൽ ഇവിടെ അത്യാവശ്യം ഹോട്ടലുകളൊക്കെ ഉണ്ട്. പേരെന്നാ? ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ ഇതൊക്കെ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അപ്പൊ ചേട്ടാ, കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നു? സന്തോഷമായിട്ടിരിക്കട്ടെ, നമുക്ക് അതല്ലേ വേണ്ടത് അല്ലേ? ഓക്കെ, എപ്പോഴും കാണുന്നുണ്ടല്ലേ? 24 കാണുന്നുണ്ട് പിന്നെ? ഓക്കെ. അപ്പൊ 24 ഒക്കെ ഈ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു 2-3 തലമുറയായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ 24 കാണുന്ന പ്രേക്ഷകരാണ്. അപ്പം നമുക്കിനിയിപ്പോൾ മറ്റൊരു സ്റ്റോറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ചേട്ടാ, ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ നടക്കുന്നു ചേട്ടാ? സൗഖ്യവർക്ക് എന്നാ പേരെന്നാ? രാമർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ 24-ലെ ഇന്ന് ഒരു തിരിച്ചറിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ തമിഴ് വംശജരായ തമിഴ് സംസാരിക്കുന്ന ജനങ്ങളും 24 കാണുന്നു എന്നതാണ്. അവർ വാർത്തയ്ക്ക് വേണ്ടി അവലംബിക്കുന്ന വാർത്താ ചാനലാണ് 24 എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ വന്നിറങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളൊക്കെ 24-നെ കുറിച്ച് അറിയില്ല എന്നാണ് വിചാരിച്ചു. പക്ഷേ ഇവിടുത്തെ ആളുകൾക്കെല്ലാം 24 അറിയാം, വാർത്തകൾ അറിയാം, അവർ കാണുന്നുണ്ട്. കാര്യങ്ങൾ എപ്പടി? നിങ്ങൾ എത്ര തലമുറയായിട്ട് ഇവിടെ ഉണ്ട്? വന്നേ ഉള്ളൂ. പേരെന്നാ? രവിചന്ദ്രൻ. ഓക്കെ. അപ്പൊ രവിചന്ദ്രനും ഒക്കെ ഇവിടെ വന്നതേ ഉള്ളൂ. ചേട്ടാ, എന്നാ സൗഖ്യമായിരിക്കേ? കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എവിടെയാ? കാണുന്നുണ്ടോ? 24 കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്കിനി ഒരു സ്റ്റോറിയിലേക്ക് പോകണം. അതായത് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിക്കാൻ ഇനി വളരെ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ വിജയികൾക്കുള്ള ട്രോഫികളെല്ലാം തയ്യാറാക്കാൻ തൃശ്ശൂരിലെ മറ്റം എന്ന് പറയുന്ന ഗ്രാമമാണ്. അവിടെ ട്രോഫികളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. 13,000-ഓളം ജേതാക്കൾക്കുള്ള ട്രോഫികളാണ് അണിഞ്ഞൊരുങ്ങുന്നത്. ആ സ്റ്റോറിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. മറ്റത്തുനിന്ന് അപൂർവമായ റിപ്പോർട്ട്. കലാമാമാങ്കത്തിന് ഇനി ഒരു വിളിപ്പാടകലം മാത്രം. കോഴിക്കോടിന്റെ മണ്ണിൽ വെന്നിക്കൊടി പാറിക്കുന്ന പ്രതിഭകൾക്കുള്ള സമ്മാനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. 13,000-ഓളം മൊമന്റോകളാണ് എ ഗ്രേഡ് ലഭിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത്. 36 വലിയ ട്രോഫികളും 25 ഇടത്തരം ട്രോഫികളുമാണ് മറ്റം ട്രിച്ചൂർ ട്രോഫീസിൽ ഒരുക്കിയിട്ടുള്ളത്. കലോത്സവം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപായി ഇത് കോഴിക്കോട്ടേക്കെത്തും. കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ടുള്ളൊരു പ്രത്യേകത, പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങളുണ്ട്. അതായത് എ ഗ്രേഡാണ് കിട്ടുന്നത് എങ്കിൽ അവർക്ക് ഒരു ട്രോഫി ഉണ്ട്. അതിൽ താഴെയുള്ള ഗ്രേഡുകാർക്കും ട്രോഫികൾ ഈ കമ്മിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വർഷം ഏകദേശം 14,000-ഓളം ട്രോഫികളുടെ ആവശ്യം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. കലോത്സവ നഗരിൽ ട്രോഫികൾ പ്രദർശിപ്പിക്കും. സ്വർണ്ണക്കപ്പിന്റെയും വെള്ളിക്കപ്പിന്റെയും മാതൃക, ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നവർക്കുള്ള ട്രോഫികൾ, സാംസ്കാരിക പരിപാടി അവതരിപ്പിക്കുന്നവർക്കുള്ള ട്രോഫികൾ എന്നിവയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ട്രോഫി നിർമ്മാണം ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷത്തോളമായിട്ടുണ്ട്. പ്രധാനമായും ഷോപ്പുകൾ, അതുപോലെ തന്നെയുള്ള വലിയ ഇവൻറ്റുകൾക്ക്, ഇതുപോലുള്ള വലിയ ഇവൻറ്റുകൾക്ക് ഉള്ള ട്രോഫികൾ മുഴുവൻ പോകുന്നത് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെയാണെന്ന് പറയാൻ പറ്റും നമുക്ക്. 2.5 പതിറ്റാണ്ടായി സ്കൂൾ കോളേജ് കലോത്സവങ്ങൾക്കുള്ള ട്രോഫികൾ തയ്യാറാക്കുന്ന സ്ഥാപനമാണ് ട്രിച്ചൂർ ട്രോഫീസ്. 10 വർഷമായി കലോത്സവത്തിനുള്ള ട്രോഫികൾ ഇവിടെയാണ് നിർമ്മിക്കുന്നത്. ട്രോഫി നിർമ്മാണത്തിന് പിന്നിലേറെയും സ്ത്രീകളാണ്. കലോത്സവം കോഴിക്കോടെങ്കിലും ഇത്തവണയും ട്രോഫികളുടെ കാര്യത്തിൽ തൃശ്ശൂരിൻ്റെ കയ്യൊപ്പുണ്ടാകും. വിജയികളുടെ കൈകളിലെത്താൻ നാളെ മുതൽ മറ്റത്തുനിന്നും ഈ ട്രോഫികൾ യാത്ര തുടങ്ങും. ബിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശ്ശൂർ.
പ്രേക്ഷകരെ, മൂന്നാർ ടൗൺ യഥാർത്ഥത്തിൽ സജീവമായി വരുന്ന ഒരുപാട് ആൾക്കാർ ടൗണിലേക്ക് വന്നു തുടങ്ങി. മാത്രമല്ല ഇന്ന് ജനുവരി 1 ഈ പുതുവത്സര ദിനത്തിൽ ഒരുപാട് ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങി. ഇന്നലെ രാത്രി വൈകി ഉറങ്ങിയ പല ആളുകളുണ്ട്. അവരൊക്കെ നഗരത്തിലേക്ക് വന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഗാർഡനിലേക്കാണ് പോകേണ്ടത്, ബൊട്ടാണിക്കൽ ഗാർഡൻ. അതുപോലെ ഇവിടെ ഏലത്തോട്ടങ്ങളും ഉണ്ട്. അറിയാം നിങ്ങൾക്ക്, മൂന്നാർ ഏലമൊക്കെ ലോകപ്രസിദ്ധമാണ്. നമ്മൾ വിദേശത്തിലേക്ക് കയറ്റുമതി ചെയ്യിച്ച ഒരുപാട് വിദേശ നാണ്യം സമ്പാദിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇവിടുത്തെ ഏലവും ചുക്കും കുരുമുളകും ഒക്കെ തന്നെ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദേവികുളത്തേക്കുള്ള മൂന്നാർ എന്നുള്ള റോഡിലാണ്. ഇതൊരു നാഷണൽ ഹൈവേ ആണ്. ഈ ഹൈവേ മധുരയ്ക്കാണ് പോകുന്നത്. പ്രേക്ഷകർക്ക് അറിയും പോലെ ഇതൊരു സിഗ്നൽ പോയിന്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, വലിയ തേയിലക്കാടുകൾക്ക് നടുവിലുള്ള റോഡാണ്. റോഡുകളൊക്കെ നന്നായി കിടക്കുകയാണ്. ഇപ്പം സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് പല റോഡുകളും കാണുമ്പോൾ നിരാശ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ നിരാശയ്ക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇതിലേക്കൊക്കെ നോക്കിയാൽ വിശാലമായ മലനിരകൾ അടുക്കി വെച്ചതുപോലെയാണ് കിടക്കുന്നത്. മാത്രമല്ല ഈ പച്ചപ്പിൻ്റെ ഒരു പച്ചപ്പട്ട് വിരിച്ച അല്ലെങ്കിൽ ഒരു പരവതാനി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കിടക്കുന്ന മൂന്നാറിലെ ഒരു മനോഹരമായ പ്രദേശമാണ്. ഇവിടെയൊക്കെ വൈകുന്നേരമൊക്കെ ആൾക്കാർ ഒരുപാട് വന്ന് നിൽക്കാറുണ്ട് ഇത് കാണാനും ഒക്കെ തന്നെ. ഈ പ്രദേശം ഇത് ഒരുപാട് ഈ മരക്കൂട്ടത്തിന് നടുവിലൊക്കെ തന്നെ കുറേ കെട്ടിടക്കൂട്ടങ്ങൾ, ഇതൊക്കെയാണ് മൂന്നാറിലെ പ്രത്യേകതകൾ. കാരണം ഇവിടെ ഇടതു ഭാഗത്ത് സഖിപർവ്വതം ഇങ്ങനെയുണ്ട്. ഇവിടെ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടെന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു. ആ സഖിപർവ്വതത്തിൻ്റെ താഴെയായിട്ടാണ് റേഡിയോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അത്യാവശ്യമായ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഈ 4 സ്റ്റാർ ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. ഇന്നലെ നമുക്ക് ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത നമ്മളെ തേടി വന്നിരുന്നു. പോപ്പ് എമിറേറ്റസ് ബെനഡിക്ട് 16 മരിച്ചു, കാലം ചെയ്തു എന്നുള്ളതാണ്. നാളെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു അന്തരിച്ച പോപ്പ് എമിറേറ്റസ് എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരിച്ചു. വത്തിക്കാനിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ജോസ്മോൻ കമ്മട്ടിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമുക്ക് ചേരേണ്ടത്. ബെനഡിക്ട് 16 നിര്യാണത്തിൽ നമ്മളും അനുശോചിക്കുന്നു. ഈ റിപ്പോർട്ടിലേക്ക്. ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്. ഇന്ന് രാവിലെ 9:34 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:04 എമിറേറ്റസ് പാപ്പ ബെനഡിക്ട് 16 നിര്യാതനായത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മങ്ങൾ നടക്കുന്നത് വ്യാഴാഴ്ച 5-ാം തീയതി രാവിലെ 9:30 മണിക്ക് ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പയുടെ ശവസംസ്കാര കർമ്മങ്ങൾ നടത്തുന്നത്, മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മറ്റൊരു മാർപ്പാപ്പയാണെന്നുള്ള പ്രത്യേകത ഇക്കാര്യത്തിലുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ പൊതുജനങ്ങൾക്ക് കാണുവാനായി, അന്തിമോപചാരം അർപ്പിക്കുവാനായി സാധിക്കുന്നതാണ്. വത്തിക്കാനിലെ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മേധാവി മത്തയോ ബ്രൂണിയുടെ റിപ്പോർട്ട് അനുസരിച്ച്, പ്രസ് റിലീസ് അനുസരിച്ച് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഏകദേശം 35,000 മുതൽ 40,000 വരെ ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശവസംസ്കാര കർമ്മങ്ങൾ നടക്കുന്ന വ്യാഴാഴ്ച 60,000 മുതൽ 70,000 വരെ ആൾക്കാർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയുമായിട്ട്. ഇന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. നാളെ രാവിലെ 9 മണിക്കാണ്, തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് ഭൗതിക ശരീരം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്നും ജെന്നിഫറിനോടൊപ്പം ജോസ്മോൻ കമ്മട്ടിൽ, 24 ന്യൂസ്. പ്രേക്ഷകർക്കറിയുമല്ലേ, യഥാർത്ഥത്തിൽ ഈ തേയിലയാണ് ഈ മൂന്നാറിലെ ഈ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ ജീവനാഡി എന്ന് പറയുന്നത്. കണ്ണൻദേവൻ തേയില എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള തേയിലക്കാടുകൾ തന്നെയാണിത്. ഇവിടെ കൊളുന്തു നുള്ളുന്ന തൊഴിലാളികൾ, ഇതിനുവേണ്ടിയാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒരുപാട് ഈ ഭാഗത്തേക്ക് ചേക്കേറിയത്. അവരുടെ ജീവിതമാണ്. ശരിക്കും ഈ തേയിലക്കാടുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ ഈ ഭാഗത്ത് നടക്കാറുണ്ട്. ഈ മൂന്നാറിലെ ഈ ദേവികുളം താലൂക്കിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ടാറ്റ തേയിലക്കാടുകളാണ്. അപ്പോൾ ഈ തേയിലക്കാടുകൾ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ സാധാരണ ജനജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാറിന് വേറൊരു കഥ പറയാനുണ്ടെങ്കിൽ അത് ഈ തേയിലക്കാടുകൾ സമ്മാനിക്കുന്നതാണ്. ഈ തേയിലക്കാടുകളാണ് ഒരുപക്ഷെ കോടികളുടെ തേയില
പ്രദേശത്തേക്കും ഈ കേരളത്തിന് പുറത്തുള്ള സ്ഥലത്തേക്കും ഒക്കെ തന്നെ കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. മാത്രമല്ല ഇവിടുത്തെ തേയില കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലേക്ക് ഇവിടുന്ന് ആളുകൾ വാങ്ങിപ്പോകും. ഇവിടെ വന്നിട്ട് പോകുന്ന ആൾക്കാർ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും തേയിലയാണ്. 2-3 കിലോ തേയില വാങ്ങിച്ചുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തലയാറ് പോലെയുള്ള ഇവിടെ ഉയരങ്ങളിൽ ഇപ്പോൾ ഒരു ഏതാണ്ട് 3000 അടി ഉയരത്തിലേക്കുള്ള തലയാറ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ തേയില ഏറ്റവും ശുദ്ധവും രുചിമധുരവുമായ തേയിലയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ തേയില വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വിനോദസഞ്ചാരികളും കുറവല്ല. അപ്പോൾ നമുക്കിനി അമേരിക്കൻ ടൈംസിൻ്റെ ഊഴമായി അമേരിക്കൻ ടൈംസിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ സെപ്റ്റംബർ 11 നമ്മൾ ഓർമ്മയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം അമേരിക്കയിൽ നിന്ന് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച 2 ഫ്ലൈറ്റ് കൊണ്ടുപോയി വേൾഡ് ട്രേഡ് സെൻറ്റർ 2 ടവർ ഇടിച്ച് വീഴ്ത്തിയ ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു അന്ന് നടന്നത്. അപ്പോൾ ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ കമ്പികളും ഇരുമ്പ് ബീമുകളും അതുപോലുള്ള സാധനം ബാക്കി വന്ന സാധനങ്ങളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അത് കേരളത്തിലേക്കും വന്നു. ഈ അടുത്തിടെ ഒരു വയനാട് ചുരം താമരശ്ശേരി ചുരമൊക്കെ കടന്നു പോകുന്ന ഒരു വലിയ വാഹനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ വാഹനത്തിൽ വന്നതും സത്യത്തിൽ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഈ ബീമും കമ്പികളും ഒക്കെ തന്നെയാണ്. കർണാടകത്തിലെ ഒരു ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന സംഭവമായിരുന്നു. അത് കുറേ ദിവസങ്ങൾ എടുത്തു കേട്ടോ. അത് അവിടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അമേരിക്കൻ ടൈംസ് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ ആഴ്ചക്കുറിപ്പുകൾ അമേരിക്കൻ ടൈംസ് ആരംഭിക്കുന്നത്. 21 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ട്വിൻ ടവറുകളിൽ ഇടിച്ചു നിൽക്കുന്ന വിമാനങ്ങളും തകരാൻ പോകുന്ന ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന കുറേ മനുഷ്യജന്മങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നീറുന്ന ഒരു ഓർമ്മയായി തന്നെ നിലകൊള്ളുന്നു. മലയാളികൾ ഉൾപ്പെടെ 3000-ഓളം പേരുടെ ജീവനെടുത്ത ഈ ദുരന്തത്തിൽ ഇരട്ട ഗോപുരങ്ങൾ തകർന്നടിഞ്ഞപ്പോൾ 2 ലക്ഷം ടൺ ഉരുക്കാണ് നിലം പൊത്തിയത്. ഈ ഉരുക്ക് കൂമ്പാരത്തിനിടയിൽ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ മാസങ്ങളോളം തുടർന്നു. 100 കണക്കിന് ട്രക്കുകളിൽ ഈ കെട്ടിട അവശിഷ്ടങ്ങളോടൊപ്പം ഉരുക്കും നീങ്ങിക്കൊണ്ടേയിരുന്നു. അതും അമേരിക്കയെല്ലാം കടന്ന് പതുക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും. ഞെട്ടണ്ട, ഒടുവിൽ വയനാടൻ ചുരം കയറി നമ്മുടെ നിലമ്പൂരിലുമെത്തി ഈ ഉരുക്ക്. ഭീകരതയുടെ ഓർമ്മപ്പെടുത്തലായി മാറിയ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇരട്ട ഗോപുരങ്ങളുടെ ഈ ഉരുക്ക് സഞ്ചരിച്ച വഴികളിലൂടെ പിന്തുടരുകയാണ് അമേരിക്കൻ ടൈംസ്. ഈ ഉരുക്ക് സത്യത്തിൽ അമേരിക്ക എന്താണ് ചെയ്തത്? ഇതിൽ 1,75,000-ഓളം ടൺ സ്റ്റീൽ സ്ക്രാപ്പ് പല ആവശ്യങ്ങൾക്കായി ന്യൂയോർക്ക് സിറ്റി വിൽക്കുകയായിരുന്നു. അമേരിക്കയിലെ ഏതാണ്ട് 50ഓളം പട്ടണങ്ങളിൽ ഈ സ്റ്റീൽ വിവിധ കെട്ടിടങ്ങളിലും പാർക്കുകളിലും ഉപയോഗിക്കപ്പെട്ടുവെങ്കിൽ ബാക്കിയുള്ള സ്റ്റീൽ ഇന്ത്യയിലെയും ചൈനയിലെയും തെക്കൻ കൊറിയയിലെയും സ്ക്രാപ്പ് പ്രോസസ്സിംഗ് കമ്പനികൾക്കാണ് വിൽക്കപ്പെട്ടത്. വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടന്ന് 6 മാസത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നുള്ള ഉരുക്ക് ഇന്ത്യയിലും എത്തിക്കപ്പെട്ടിരുന്നു. ന്യൂയോർക്കിലെ സ്ക്രാപ്പ് പ്രോസസ്സിംഗ് സ്ഥാപനത്തിൽ നിന്നും ചെന്നൈയിലെ ശബരി എക്സിം പ്രൈവറ്റ് ലിമിറ്റഡാണ് ആദ്യമായി ഈ ഉരുക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. ഒടുവിൽ ഈ ഉരുക്ക് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ മലപ്പുറത്തും എത്തി. 2003 മലപ്പുറത്തെ നിലമ്പൂർ താലൂക്ക് കോഓപ്പറേറ്റീവ് കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നിന്നുണ്ടായിരുന്ന സ്റ്റീൽ ബീമുകളാണ്. അവശിഷ്ടങ്ങളിൽ നിന്ന് 4 ഇഞ്ച് കനവും 8 അടി നീളവുമുള്ള 180 ഉരുക്ക് പൈപ്പുകളായിരുന്നു അവ. നല്ല ഉറപ്പുള്ള ഉന്നത നിലവാരമുള്ള ഉരുക്കായതുകൊണ്ടാണ് തങ്ങൾ അവ കോളേജിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചതെന്ന്, അത് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നിന്നുള്ള ഉരുക്കാണെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നാണ് കെട്ടിടം നിർമ്മിച്ച സിവിൽ എഞ്ചിനീയർമാരിൽ ഒരാൾ പിന്നീടൊരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത്. മലപ്പുറത്തെ ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയായ റാൾക്കോയിൽ നിന്നാണ് കെട്ടിടം നിർമ്മിച്ച കരാറുകാരൻ ഈ സ്റ്റീൽ വിലക്കെടുത്തത്. ഈ സ്റ്റീലിന്റെ നിലവാരം കൊച്ചിയിലെ ഒരു ലാബറട്ടറിയിൽ പരിശോധിക്കുകയും മികച്ച നിലവാരമുള്ളതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് സ്റ്റീൽ കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. റാൾക്കോ വേൾഡ് ട്രേഡ് സെൻറ്ററിന്റെ ഉരുക്കുകൾ വാങ്ങുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അതിൻ്റെ മികച്ച നിലവാരവും വിലക്കുറവുമായിരുന്നു. യൂസ്ഡ് സ്റ്റീൽ ആയിരുന്നതിനാൽ വിപണി വിലയുടെ പകുതി മാത്രമേ റാൾക്കോയ്ക്ക് നൽകേണ്ടി വന്നിട്ടുള്ളൂ. വേൾഡ് ട്രേഡ് സെൻറ്ററിന്റെ അവശിഷ്ടങ്ങൾ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും അപകടകരമായ വസ്തുക്കളാണെന്ന് ഒരു ആരോപണം അക്കാലത്ത് അമേരിക്കയിൽ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഈ അവശിഷ്ടങ്ങളിൽ അപകടകരമായ രാസവസ്തുക്കളില്ലെന്നും അവ അമേരിക്കൻ പരിസ്ഥിതി ഏജൻസികളും മെഡിക്കൽ ഏജൻസികളും പരിശോധിച്ചതാണെന്ന് ഇറക്കുമതിക്കാർ വ്യക്തമാക്കിയതോടെ
ആ വിവാദവും അവസാനിച്ചു. ന്യൂയോർക്കിൽ തല ഉയർത്തി നിന്ന ഇരട്ട ഗോപുരങ്ങൾ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ അഗ്നിശമന സേനാംഗത്തിന്റെ തോളിൽ കൈവച്ച് മെഗാഫോണിലൂടെ ഉച്ചത്തിൽ അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം, എനിക്ക് മാത്രമല്ല ഈ ലോകത്തിന് മുഴുവനും. അതെ, ഭീകരതയ്ക്കെതിരെയുള്ള സന്ദേശം 7 കടലുകൾക്കിക്കരെ ഇങ്ങ് കേരളത്തിലും കേൾക്കാം. അമേരിക്ക പറയുന്നത് പോലെ പൊറുക്കാം, പക്ഷേ മറക്കില്ലൊരിക്കലും. ലോകത്തെ വിവിധ പട്ടണങ്ങളിലെ സ്ഥാപനങ്ങളിലൂടെ തല ഉയർത്തി വീണ്ടും നിൽക്കുന്ന ഈ ഉരുക്കിലൂടെ, നിലമ്പൂരിലെ സ്വാശ്രയ കോളേജിന്റെ കരുത്തിലൂടെ അതിജീവനത്തിന്റെ ഒരു ഗാഥയായി നിലകൊള്ളട്ടെ ഈ ഉരുക്കും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് 24 വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ. സമാധാനവും ഐശ്വര്യമുള്ള ഒരു പുതുവർഷമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങൾ കേട്ടത് അമേരിക്കൻ ടൈംസാണ് കണ്ടത്. അമേരിക്കൻ ആഴ്ചക്കുറിപ്പുകളാണ്. ഇതിൻ്റെ ഈ അമേരിക്കൻ ടൈംസ് നിങ്ങൾക്ക് വിശദമായി അറിയാൻ നിങ്ങൾ 24-ൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ചെയ്യുക. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഈ ബീവിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അതിൽ ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ മൂന്നാറിലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ചെടികൾക്കും എല്ലാം തന്നെ വല്ലാത്തൊരു പച്ചപ്പും അതുപോലെ തന്നെ വളരെ കളർഫുള്ളാണ് ഈ ചെടികളെ കണ്ടില്ലേ. ഈ ചെടികളുടെയൊക്കെ നിറം നമ്മൾ വേറൊരു സംസ്ഥാനത്ത് പോയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക്. കാശ്മീരിലോ അങ്ങനെയുള്ള പ്രദേശം, ഈ തണുപ്പ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം വളരുന്ന ഒരുപാട് ചെടികളും സസ്യങ്ങളും ഒക്കെ ഇവിടെ കണ്ടു. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഈ സംപ്രേഷണം ആരംഭിച്ചതിന് ശേഷം 3 or 4 വണ്ടി പിടിച്ച് നമ്മളെ കാണാനായിട്ട് ഈ അങ്ങേ മലമുടിയിൽ നിന്ന് ഇങ്ങേ മലമുടിയിൽ എത്തിയ ഒരു ചേച്ചിയെ പരിചയപ്പെടാം. എന്താ പേര്? സുധ. മോളുടെ പേര് സുധ. ഈ ലൈവ് കണ്ടിട്ട് ഇറങ്ങി വന്നാണോ? എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ അങ്ങ് താമസിക്കുന്നത്. ഈ മലയുടെ അപ്പുറമാണോ? അവിടുന്ന് ഓടി വന്നാണോ? എത്ര വണ്ടി പിടിച്ചു? 3 ഓട്ടോറിക്ഷ. കാശൂർ ചെലവായോ? കുഴപ്പമില്ല സാറേ. സാറിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പൊ ഇതിനായിട്ട് വന്നാണോ? ഇതിനായിട്ട് വന്നത് സാറിനെ കാണാൻ മാത്രം. ഓടിച്ചിട്ട് പിടിച്ചു എന്നൊക്കെ ഓടിച്ചിട്ട് പിടിച്ചതാ സാറേ. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ ഹസ്ബൻഡ് പുറത്താണ്, മകൻ ചെന്നൈയിലാണ്. ഓക്കെ, 24 കാണാറുണ്ടോ? 24 കാണാറുണ്ട്. ഫ്ലവേഴ്സും രണ്ടും കാണാറുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഈ ബൊട്ടാണിക്കൽ ഗാർഡനെ കണ്ടിട്ട് മടങ്ങിയാൽ മതി കേട്ടോ. മോളെത്തല്ല പഠിക്കുന്നത്? 3. ഓക്കെ, വളരെ സന്തോഷം. താങ്കൾ ഇത്രയും അത് മാത്രമല്ല ആ വലിയ മലമുടിയിൽ നിന്ന് 3 ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ കയറി എന്നുള്ളത് വളരെ സന്തോഷം. താങ്ക് യു. കേരളത്തിൽ എവിടെയാ വീട്? തൃശ്ശൂർക്കാരിയാണ്. ഓക്കെ, അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് ചേക്കേറിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആത്മാർത്ഥത, സ്നേഹം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർക്കൊരു ഫോട്ടോ എടുത്തു കൊടുക്കണം. ഫോട്ടോ ഒക്കെ ഈ 3 മല കടന്ന് 3 ഓട്ടോറിക്ഷ കയറി മലമുടി കടന്ന് വന്ന ഒരു പ്രേക്ഷകയുമായിട്ട് ഞാനൊരു ഫോട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്കളുടെ പേരെന്താ? ഓക്കെ, രമേശ് അല്ലേ? എന്താ ചെയ്യുന്നത്? ഓക്കെ. അപ്പം നമുക്ക് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്കൊരു ഇടവേള വേണം. ഇടവേള കഴിഞ്ഞിട്ട് വേഗം നമുക്ക് ഈ ഗാർഡൻ്റെ കണ്ണിന് സുഖം പകരുന്ന ഈ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം. വെൽക്കം ബാക്ക്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അത് മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ വല്ലാത്ത നിറഭേദങ്ങളാണ് ചെടികൾക്ക്. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന പോലെയാണ്. വൃന്ദാവൻ ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ചില അനുഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. വല്ലാത്ത പച്ചപ്പ്, വല്ലാത്ത നിറക്കൂട്ടുകൾ എല്ലാം ഇവിടുത്തെ ഒരുപക്ഷെ ഒരു കാലാവസ്ഥ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അന്തർദേശീയ വാർത്തകളുമായി നമുക്കിപ്പം പി ജെയിംസ് ചേരുന്നു. പി ജെയിംസ്, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു നോട്ട് കൊടൈക്കനാൽ, വെൽക്കം ടു മൂന്നാർ. ജെയിംസ്, അപ്പോൾ ഏറ്റവും വലിയ വാർത്ത ഇന്നലെ ജെയിംസ് വളരെ വിശദമായി പ്രതിപാദിച്ച വാർത്ത തന്നെയാണ്. പോപ്പ് എമിറേറ്റസ് ബെനഡിക്ട് 16 കാലം ചെയ്തു. ലോകം മുഴുവൻ ദുഃഖത്തിലാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പി ജെയിംസ് താങ്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ഇറ്റലിയിൽ പുതുവർഷത്തെ പോലും മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് 265-ാമത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്ട് 16 കഥാവിശേഷനായത്. ഓർമ്മകളിൽ ജീവിക്കുന്ന പാപ്പ 2-ാം തീയതി നാളെ രാവിലെ മുതൽ പൊതുദർശനത്തിന് വയ്ക്കും പാപ്പയുടെ ഭൗതിക ശരീരം. എന്ന് മാത്രമല്ല, വ്യാഴാഴ്ചയാണ് ലോക നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന സംസ്കാര ശുശ്രൂഷകളും ചടങ്ങുകളും വെച്ചിരിക്കുന്നത്. ഇതിലൊരു വലിയ പ്രത്യേകതയുള്ളത്, സാധാരണ മാർപ്പാപ്പമാർ
രാജിവെക്കാറില്ല. 1415 അവസാനമായ ഒരു മാർപ്പാപ്പ രാജിവെച്ചത് ഗ്രിഗറി 12. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു മാർപ്പാപ്പയുള്ളപ്പോഴാണ് എമറിറ്റസ് മാർപ്പാപ്പ വിട പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഒന്നും ജീവിതകാലത്ത് അങ്ങനെ 2 മാർപ്പാപ്പമാരെ ഒരുമിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഈ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുക കാർമലെങ്കോ എന്ന പേരിലുള്ള സീനിയർ കർദിനാളാണ്. അവിടെ കെവിൻ ഫിസ്റ്റാൽ എന്ന കർദിനാളാണത് നേതൃത്വം നൽകേണ്ടത്. പക്ഷേ ഇപ്പോൾ മാർപ്പാപ്പ തന്നെ ഉള്ളതുകൊണ്ട് അത്യപൂർവമായി ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയായിരിക്കും സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുക. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചാൾസ് രാജാവ് അടക്കമുള്ളവരൊക്കെ ഇതിൽ പങ്കെടുക്കുമെന്ന് പറയുന്നത്. എന്തായാലും അവരൊക്കെ അനുശോചന സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ റോമിലെ പുതുവത്സര ആഘോഷങ്ങൾ വരെ അവർ വേണ്ട വിധത്തിൽ ആഘോഷിക്കാതെ ഈ വലിയ രീതിയിലുള്ള ആദരാഞ്ജലികളാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാപ്പയെ സംബന്ധിച്ച് 1000 വർഷത്തിനുള്ളിൽ ജർമ്മനിയിൽ നിന്ന് വരുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന് ഒരു പാരമ്പര്യവാദിയുടെ ഒരു പക്ഷമുണ്ടായിരുന്ന ഒരു വിഭാഗം എപ്പോഴും പറയുന്നുണ്ട്. ജനകീയരായിട്ടുള്ള ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്കും ഇപ്പോഴുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുമിടയിൽ ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് അദ്ദേഹം ഏറെ അറിയപ്പെട്ടത്. 140 കോടിയോളം വരുന്ന കത്തോലിക്ക വിശ്വാസികളുടെ പരമാധ്യക്ഷനായിരുന്നു കൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം ലോകവുമായി കത്തോലിക്ക സഭയെ അടുപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ്. പ്രത്യേകിച്ച് ജോൺ പോൾ 2 കാലത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായി നിന്നുകൊണ്ട് ആ തരത്തിൽ ഒരുപാട് മൂവ്സ് നടത്തി. ജോൺ പോൾ 2 മാർപ്പാപ്പയെ വെടിവെച്ച കൊലയാളിയെ പോയി കാണുന്നതിലൊക്കെ പ്രത്യേകമായിട്ട് ആ ഒരുക്കങ്ങളൊക്കെ നടത്തിയത് അന്ന് കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ബെനഡിക്റ്റ് 16 ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അദ്ദേഹം ചില ഇതിൽ പെട്ടുപോയത് വൈദികരായിട്ടുള്ള ഒരുപാട് പേര് ലൈംഗികാരോപണങ്ങളിൽ വന്നിരുന്നു. അവർക്കെതിരെ അതിശക്തമായ നിലപാടാണ് ബെനഡിക്റ്റ് 16 സ്വീകരിച്ചത്. പക്ഷേ ജർമ്മനിയിൽ ചില കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ വൈകി എന്ന രീതിയിൽ ആരോപണം വന്നിരുന്നു. അദ്ദേഹം അതിന് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു. എന്തായാലും രാജിവെച്ച് വിശ്രമ ജീവിതം നയിച്ച് 8 വർഷം കഴിഞ്ഞാണ് മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറയുന്നത്. ഓക്കെ VP ജെയിംസ്. അപ്പോൾ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്ക് കർശനമായ പരിശോധന ഏർപ്പെടുത്തി ഇന്ത്യയും അമേരിക്കയും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും. അതൊരു വലിയ വാർത്തയായിട്ട് വരുന്നുണ്ട്. ചൈനയിലെ കോവിഡ് പടരുന്നത് ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുന്നുവെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുതുവത്സരത്തിൽ ഒരുപക്ഷെ നമ്മളെ അല്പം സങ്കടപ്പെടുത്തുകയോ ആശങ്കപ്പെടുത്തുകയോ ചെയ്യുന്ന വാർത്തയാണ്. പക്ഷേ ചൈനയിൽ നിന്ന് കോവിഡ് വ്യാപിക്കുക തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇന്ത്യയുണ്ട്, അമേരിക്കയുണ്ട്, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി അടക്കമുള്ള 10ലേറെ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ചൈനയിൽ നിന്നുള്ള സന്ദർശകർക്ക് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു. മറ്റു രാജ്യങ്ങൾ ചെയ്തു വരുന്നേ ഉള്ളൂ. എന്തായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ക്ഷീണമാണ്. ചൈന അടുത്ത ദിവസങ്ങളിലാണ് അവിടെ വിമാനത്താവളങ്ങൾ തുറന്നതും ഒരുപാട് ചൈനക്കാർ പുറത്തേക്ക് പ്രവഹിക്കുന്നതും. കാരണം ചൈനയിൽ ഷി ജിൻപിങ്ങിൻ്റെ ഭരണത്തിൽ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ വേണ്ട പോലെ ഒരു ഭാഗത്ത് ശക്തമാക്കി, മറുഭാഗത്ത് വേണ്ടത്ര വാക്സിൻ നൽകിയില്ല. കൊടുത്ത വാക്സിൻ വേണ്ടത്ര ഫലപ്രദമായിരുന്നില്ല. സിനോവാക്, സിനോഫാം തുടങ്ങിയിട്ടുള്ള വാക്സിനുകളെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരികയും ചെയ്തു. എന്തായാലും ഇന്ത്യ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തത്. കാരണം ചൈനയിൽ നിന്നാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 2019-20 കാലഘട്ടത്തിൽ ആദ്യമായി കോവിഡ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറോണ വൈറസിനെ തടയാനുള്ള വലിയ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ ചൈനയും അതുപോലെ തന്നെ ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തമാവുന്നതിൻ്റെ സൂചനകളും വരുന്നുണ്ട്. പ്രേക്ഷകരെ, താങ്ക് യു VP ജെയിംസ്. VP ജെയിംസ്, നമുക്ക് പിന്നീട് കാണാം. താങ്കൾക്ക് ഒരിക്കൽ കൂടി താങ്കൾക്കും കുടുംബത്തിനും ഐശ്വര്യസമൃദ്ധമായ, സമാധാനമുള്ള, ആശ്വാസമുള്ള, അന്തർദേശീയ തലത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഒരു ആശ്വാസമുള്ള വർഷമാകട്ടെ ഇതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ ദേവികുളം റോഡിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ജില്ലാ ടൂറിസം
പ്രൊമോഷൻ കൗൺസിലാണ് 5 ഏക്കറിൽ പരന്നു കിടക്കുന്ന മനോഹരമായ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് സഞ്ചാരികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്നവർക്ക് വലിയൊരു അനുഭവമായിരിക്കും ഇത്. നമുക്കൊരു കാര്യം ചെയ്യാം, താങ്കളുടെ പേര് പറഞ്ഞായിരുന്നു നേരത്തെ, എന്താണ് ഒന്നുകൂടെ പറഞ്ഞാൽ? എൻ്റെ പേര് രമേശ് എന്നാണ്, DTPCയുടെ സ്റ്റാഫാണ് ഞാൻ. ഓ അത് ശരി ശരി. ഈ ഗാർഡൻ കാണാൻ ആൾക്കാർ ഒരുപാട് വരും? ഒരുപാട് വരും. എത്ര കൊല്ലമായി ഈ ഗാർഡൻ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്? 2018 ഓപ്പൺ ചെയ്തതാണ്. അതിനിടയ്ക്ക് പ്രളയം, കൊറോണ അങ്ങനെ വന്ന സമയത്ത് അത് നിന്ന് പോയതാണ്. വീണ്ടും ഇത് ഈ മെയ് മാസം മുതൽ നമ്മൾ ഫ്ലവർ ഷോ ആയിട്ട് തുടങ്ങി. ഫീസൊക്കെ എങ്ങനെയാ? വലിയ ഫീസാണോ? വലിയ ഫീസാണ്, 50 രൂപയുള്ളൂ. 50 രൂപയുള്ളൂ. അപ്പോൾ ഈ സാധാരണ ഏത് ടൈപ്പ് ടൂറിസ്റ്റുകളാണ് ഇതിനകത്ത് കയറുന്നത്? എല്ലാ ടൈപ്പും വരുന്നുണ്ട്. വിദേശികളും വരുന്നുണ്ട്, നമ്മുടെ നാട്ടുകാർ വരുന്നുണ്ട്, പിന്നെ കംപ്ലീറ്റ് ഇന്ത്യയിൽ നിന്ന് മൊത്തം ആൾക്കാർ വരുന്നുണ്ട്, ഫോറിനേഴ്സ് എല്ലാവരും വരുന്നുണ്ട്, അറബി വരെ വരുന്നുണ്ട്. ചെടികളൊക്കെ എങ്ങനെയാ പരിപാലിക്കുന്നത്? ചെടികളൊക്കെ നമ്മുടെ കോൺട്രാക്ടുകാർ ചെയ്യുന്നുണ്ട്. താങ്കളുടെ പേര്? എൻ്റെ പേര് എബിൻ. എന്താ ചെയ്യുന്നത്? എനിക്ക് നമുക്ക് ഇതിനകത്ത് തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്കുകളും കാര്യങ്ങളും ചെടിയുടെ എല്ലാം മേൽനോട്ടമുള്ള ഞങ്ങൾ DTPCയുടെ നിന്നും നമ്മൾ നേരിട്ടെടുത്ത് നടത്തുവാണ് ഇപ്പോൾ. വീട് എവിടെയാ? എന്റെ വീട് പൂഞ്ഞാറ്. അപ്പൊ ഇതിന്റെ സംരക്ഷണം നിങ്ങൾക്കാണോ? സംരക്ഷണം എല്ലാം ഞങ്ങൾക്കാണ്. നിങ്ങൾ നല്ല സുഖകരമായിട്ട് പരിപാലിച്ചിട്ടുണ്ടല്ലോ. പരിപാലിച്ചിട്ടുണ്ട്, നല്ല വൃത്തിയുണ്ട് കാര്യങ്ങളൊക്കെ. കാരണം നീറ്റ്നെസ് കുറവാണ് ചില സ്ഥലങ്ങളിൽ. ആൾക്കാർ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന നീറ്റ്നെസ് ആണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കൂടുതൽ ആൾക്കാർ വന്ന് അത് മെയിൻ ആയിട്ട്. താങ്കളുടെ പേര്? സിബി. എന്താ ചെയ്യുന്നത്? ഞാനിവിടെ കൺസ്ട്രക്ഷന്റെ അല്ലേ? താങ്കളോ? ഞാൻ അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റാ? ഓക്കെ. സൗണ്ട് എഞ്ചിനീയറോ? ഇവിടെ സൗണ്ടിന്റെ ആവശ്യമുണ്ടോ? പ്രോഗ്രാം ഉണ്ടോ? ഓ, പാട്ടൊക്കെ ഇട്ടേക്കും. എന്ത് പ്രോഗ്രാം ഒക്കെ ഇടുന്നത് ഇവിടെ? 24-ാം തീയതി മുതൽ 1-ാം തീയതി വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. DJ ഉണ്ടായിരുന്നു, ഗാനമേള ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്യൂഷന്. ഇന്നിപ്പം DJ ഫ്യൂഷനാണ് നടക്കുന്നത്. ഓ അത് ശരി ശരി. അത് കാണാൻ ആൾക്കാരുണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ശരിക്കും എനിക്കും ഒരു പുതിയ അനുഭവമായിട്ടാണ്. ഞാൻ ഇതിനകത്തൂടെ ഇന്നലെ ഒന്ന് സഞ്ചരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. മാത്രമല്ല നമ്മളെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള പൂക്കൾ കാണാനുള്ള അവസരം, പൂക്കളുടെ ശോഭ, അത് നമുക്ക് മലയാളികൾക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നമുക്കൊരു ഇടവേളയാണ്. അപ്പോൾ മനോഹരമായ ഈ താഴ്വാരങ്ങളിൽ നിന്ന്, അതായത് മലനിരകൾ അടുക്കി വെച്ചുള്ള ഈ മലമുടികൾക്ക് താഴെ നിന്ന് ഞാനൊരു ഇടവേള പറയുന്നു. വെൽക്കം ബാക്ക് ടു മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. 5 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇത് ഈ പ്രദേശമൊക്കെ നന്നായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. കരാറുകാരെയൊക്കെ ഈ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. മോളെ ഇങ്കവാ ഉങ്ക പേരെന്നാ? ഷാലു പേശ്. എത്ര സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു? 8th. എവിടെയാണ് താമസിക്കുന്നത്? ദേവികുളം. മലയാളം തരുമോ? മലയാളം തരും. കണ്ടോ, ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം മലയാളം നന്നായിട്ട് അറിയാം. അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണോ നിങ്ങൾ? ഓക്കെ. അപ്പോൾ തമിഴ്നാടാണല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ ഈ മൂന്നാറിൻ്റെ മറ്റൊരു ടൂറിസ്റ്റ് ആകർഷകമായി ഇത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ താഴെ ഒരു ചെറിയ ചോല ഒഴുകുന്നുണ്ട്. ഈ പുഴയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ കണ്ണീർ ജലം പോലെ നമുക്ക് കാണുമ്പോൾ തോന്നും ഈ പുഴയിലെ ജലമൊക്കെ. പക്ഷേ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ തണുത്ത് കയറും എന്നുള്ള വേറൊരു കാര്യം. ഇവിടുത്തെ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ ഒരു 1.5 തണുപ്പാണ് എന്ന് നമുക്കറിയാം. സഹോദരി, ഇങ്ങോട്ട് വെള്ളം അടിച്ചോളല്ലേ? ഓക്കെ. ഓക്കെ, സന്തോഷം. അപ്പോൾ ഇതെല്ലാം നട്ട് നനച്ച് ഇത് സംരക്ഷിക്കുന്നുള്ളതാണ്. മാത്രമല്ല ഇത്രയധികം നല്ല കളർഫുള്ളായിട്ട് ചെടികൾ കാണാൻ കഴിഞ്ഞതാണ് മനസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ സുഖം. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഈ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണം തെളിയിക്കാൻ നിയമ പോരാട്ടം നടത്തുമെന്ന് അഭിഭാഷകൻ TP ഹരീന്ദ്രൻ പറയുന്നു. കേസ് അട്ടിമറിച്ചതിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കും. പോലീസും അതുപോലെ തന്നെ കേസും ഒന്നും കാണിച്ച് തന്നെ വിരട്ടണ്ട എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. ആ അഭിഭാഷകൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഞാനൊരു നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. ആ നിയമ നടപടി ഈ കാര്യത്തിൽ ഒരു CBI അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയാണ്. അത് കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിട്ടില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നത് ഒക്കെയാണ്. ആരോ ഇടപെട്ടു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്കൾക്കും കുടുംബത്തിനും എല്ലാവിധമായ ഐശ്വര്യം നിറഞ്ഞൊരു വർഷം ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അരുൺ പൂപ്പറമ്പ, വിശദാംശങ്ങൾ പറയൂ. SKN ഹാപ്പി ന്യൂ ഇയർ. ഈ ഷുക്കൂർ വധക്കേസിൽ പോലീസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ P. ജയരാജനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടു എന്നായിരുന്നു
അഭിഭാഷകനും കോൺഗ്രസ് സഹയാത്രികനും കൂടിയായിട്ടുള്ള TP ഹരീന്ദ്രന്റെ ആരോപണം. അതിൽ 120B 302 അതോ ഈ കൊലക്കുറ്റം അതോടൊപ്പം തന്നെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടു എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെ അത് രാഷ്ട്രീയ വിവാദമായി രൂപപ്പെടുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇത്തരം, അതായത് TP ഹരീന്ദ്രനെതിരെ ആരോപണത്തെ തുടർന്ന് പരാതിയിൽ പോലീസ് കേസെടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായത്. ഇത് TP ഹരീന്ദ്രനെ പ്രകോപിപ്പിച്ചു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇത് തെളിയിക്കുന്നതിന് വേണ്ടി, ഈ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടി നിയമ പോരാട്ടം ആരംഭിക്കുമെന്ന പ്രഖ്യാപനവുമായി TP ഹരീന്ദ്രൻ ഇപ്പോൾ രംഗത്ത് വരുന്നത്. അതിൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. അതായത് ഈ ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് വേണ്ടി, അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് TP ഹരീന്ദ്രൻ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ഇതിനെ വൈകാരികമായ ഒരു തലത്തിൽ കൂടിയാണ് നേരിട്ടത്. അതാണ് ആ തരത്തിൽ 16 ഇടങ്ങളിലാണ് TP ഹരീന്ദ്രനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അഭിഭാഷക സംഘടനകൾ ഉൾപ്പെടെ പരാതി നൽകിയത്. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കവുമായി TP ഹരീന്ദ്രൻ രംഗത്ത് വരുന്നത്. താൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ നിയമപോരാട്ടം ആരംഭിക്കുന്നു എന്നതാണ് TP ഹരീന്ദ്രന്റെ നിലപാട്. എന്തായാലും ഇത് വീണ്ടും ഒരു രാഷ്ട്രീയ വിവാദം എന്ന തലത്തിൽ കൂടുതൽ തലങ്ങളിലേക്ക് രൂപപ്പെടുകയാണ്. ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള TP ഹരീന്ദ്രന്റെ നിലപാടിൽ മുസ്ലിം ലീഗ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കൂടി നിർണായകമാകും. SKN. താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. നമ്മൾ ഇവിടെ മൂന്നാറിലുള്ള ഈ ഗാർഡനിൽ തന്നെയാണുള്ളത്. ഒരുപക്ഷെ ഈ ഗാർഡൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയെക്കുറിച്ച് പറയാൻ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ രവികുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹായ് പ്രവീണ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, സന്തോഷം. അപ്പോൾ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? നല്ല രീതിയിൽ. അപ്പോൾ ആദ്യം ഈ ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് പറയും. ഈ ഗാർഡൻ യഥാർത്ഥത്തിൽ ഭയങ്കര രസമായിട്ട് കേട്ടോ, നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അഭിമാനിക്കാം. DTPC ആണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നു. ഓക്കെ, പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് എത്ര കാലമായി? ഞാൻ കറക്റ്റായിട്ട് 1 വർഷമായി. 1 വർഷമായി. ആദ്യം ഫസ്റ്റ് ടൈം ആണോ അതോ? ഫസ്റ്റ് ടൈം ആയിട്ട്. ഫസ്റ്റ് ടൈം ആണ് മത്സരിക്കുന്നു. ഫസ്റ്റ് ടൈം ആണോ? അതെ അതെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ചേക്കേറിയ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണോ അതോ? അല്ല, ഞങ്ങളുടെ അമ്മയും അച്ഛനും അതിനെ മുന്നുള്ള ഞങ്ങളുടെ അപ്പൂപ്പന് എല്ലാം കാലങ്ങളായിട്ട് ഇവിടെ താമസിച്ചവരാ. ഒരു 2-3 തലമുറയായി കാണും. അതെ അതെ, ഞങ്ങൾ 4ാമത്തെ തലമുറയാണ് ഞങ്ങൾ. ഓക്കെ, മൂന്നാറിലെ ഈ ടൗണിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ക്രമസമാധാനം, ലാ ആൻഡ് ഓർഡർ ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ അതോ? അല്ല, നേരത്തെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കുറെ മാറ്റങ്ങളൊക്കെ നമ്മൾ മൂന്നാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ വലിയ ഇഷ്യൂ ഒന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത്തവണ ഒരുപാട് സഞ്ചാരികൾ വന്നു അല്ലേ? അതെ അതെ അതെ. ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എനിക്ക് കോവിഡ് കാലത്തേക്ക് ഇത് അടച്ചിടേണ്ടി വന്ന് കാണും. അത് കഴിഞ്ഞ് തുറന്നപ്പോൾ എങ്ങനെയുണ്ട് ആൾക്കാർ? പ്രളയമായിരുന്നു, പിന്നെ കോവിഡ് ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം നമ്മളുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനത്തിന് വന്നത്. ഇഷ്ടംമാതിരി വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ സഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നു. മൂന്നാർ പഞ്ചായത്ത് കോടീശ്വരനാണോ? നല്ല സമ്പന്നനാണോ? കാര്യം മൂന്നാർ പഞ്ചായത്ത് ഇഷ്ടംപോലെ വരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ? ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പഞ്ചായത്ത് വികസിപ്പിക്കാൻ ശരിക്കും ഇവിടെ ഈ ലാൻഡ് കിട്ടാനില്ല, അല്ലെ ഈ മൂന്നാർ ടൗൺ വികസിപ്പിക്കാൻ ലാൻഡ് കിട്ടാനില്ല എന്നൊക്കെ പറയുന്നത് അത് കാര്യമാണോ? അതെ, ഭൂരിഭാഗം മേഖലയും നമ്മുടെ കണ്ണൻദേവൻ കമ്പനിയുടെ കീഴിലാണ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ മൂന്നാർ പഞ്ചായത്തിന്റെ കീഴിൽ ആസ്തിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്കളുടെ കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അവർക്കെല്ലാം എൻ്റെ ഒരു പുതുവത്സര ആശംസ പറഞ്ഞേക്കണം. ഓക്കെ, മലയാളമൊക്കെ നല്ല ഫ്ലുവൻ്റ് അല്ലേ? മലയാളം നമ്മൾ ഇപ്പൊ പഠിച്ചോണ്ട് വരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള 2 കാര്യമായിരുന്നു. ഒന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഒരു 3 തലമുറയ്ക്ക് വന്ന ആൾക്കാരെല്ലാം തന്നെ ഇവിടെ നന്നായി മലയാളം പഠിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവരെല്ലാം 24 കാണുന്നു. ഓക്കെ, താങ്ക് യു പ്രവീണ രവികുമാർ. താങ്ക് യു. മൂന്നാറിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രവീണ രവികുമാർ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വനിതകൾ ഒരുപാട് പഞ്ചായത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാ പേര്? വീരാസ്വാമിയാ. താങ്കൾ എന്താ ചെയ്യുന്നത് ഗോവിന്ദരാജ്? എസ്റ്റേറ്റ് പണിയാ സാർ. എസ്റ്റേറ്റ് പണി. കുമാരവേൽ. ഓക്കെ, നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നോ ചേട്ടാ? വിജയൻ. സമാചാരം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ താങ്കളോ എസ്റ്റേറ്റ് പണിയാണോ? നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് നല്ലതാണല്ലോ അല്ലേ? ടൂറിസ്റ്റുകളെ സംരക്ഷിച്ചോണം, അവരാണ് നമ്മുടെ കരുത്ത്. നമ്മൾ ആ കാര്യത്തിൽ കോവളത്തെ കണ്ടുപിടിക്കും. ഓക്കെ, റെഡി. കോവളം ഗ്രാമം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള പ്രദേശം, അവിടുത്തെ ഒരു അലോസരം ഉണ്ടാക്കത്തില്ല. അപ്പൊ നിങ്ങളെല്ലാം ശക്തരാണല്ലോ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാരുടെ ആവേശം. 24 ഒക്കെ അവരിപ്പോൾ സഞ്ചരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്.
പത്തനംതിട്ടയിലെ കലഞ്ഞൂരിനടുത്തുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പടപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അനന്തമായ ടൂറിസം സാധ്യതയുള്ളൊരു സ്ഥലമാണ് പടപ്പാറ. അപ്പോൾ കുറച്ച് ഭൂനിരപ്പിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. സൂര്യാസ്തമയം കാണാനും ഒക്കെ തന്നെ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ പത്തനംതിട്ട നിങ്ങൾക്കറിയാം, ഒരു ടൂറിസ്റ്റ് പൊട്ടൻഷ്യലുള്ള ഗവി പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ പടപ്പാറ എന്നൊരു സ്ഥലം ഒരു ടൂറിസ്റ്റ് സാധ്യതകളുമായി നമുക്ക് മുന്നിൽ ഉദയം ചെയ്യുന്നത്. പടപ്പാറയിലേക്ക് ഉയരം കൂടുന്തോറും കാഴ്ചകളുടെ ഭംഗിയും കൂടും. അധികമാരും അറിയാത്ത പടപ്പാറയുടെ മുകളിലെത്തിയാൽ ഓരോരുത്തരും ഇങ്ങനെ തന്നെ പറയും. അതിരാവിലെയും വൈകിട്ടും പടപ്പാറയിൽ നിന്നുള്ള കാഴ്ചകൾക്ക് സൗന്ദര്യം കൂടുതലാണ്. ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്നതാണ് പടപ്പാറയുടെ ഏറ്റവും വലിയ സവിശേഷത. സമീപത്ത് തന്നെയുള്ള രാക്ഷസൻ പാറയിലേക്ക് ആകാശപാത ഒരുക്കിയാൽ വലിയ ടൂറിസം സാധ്യതയാണ് പടപ്പാറയ്ക്ക് മുകളിൽ ഒരുക്കാനാകുക. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ അതിരിങ്കൽ പടപ്പാറ എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ തൊട്ടടുത്ത് രാക്ഷസൻ പാറ എന്ന് പറയുന്ന പാറ ടൂറിസവുമായി ബന്ധപ്പെട്ട് വികസന സാധ്യതകൾ വന്നിരിക്കുന്നു. അതിനോട് ചേർന്ന് ഈ ഭാഗം കൂടെ വികസിക്കുകയാണെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട വികസനത്തിന് വൻ സാധ്യതയാണുള്ളത്. ഇത് അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണാൻ നിരവധി കുടുംബങ്ങളാണ് കുട്ടികളുമായി പടപ്പാറയുടെ മുകളിലേക്ക് എത്തുന്നത്. നിലവിൽ ടൂറിസം ഭൂപടത്തിൽ ചേർക്കപ്പെടാത്ത പേരാണ് പടപ്പാറ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഏറ്റവും വലിയ ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറാനാകും പടപ്പാറയ്ക്ക്. പക്ഷേ ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ലതായി കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ രാക്ഷസൻ പാറ, ചിലക്കുഴി വെള്ളച്ചാട്ടം, അതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. പത്തനംതിട്ടയുടെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിൽ ഇതുപോലെ അറിയപ്പെടാത്ത നിരവധി ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങളാണുള്ളത്. പുതിയ ദൂരവും പുതിയ ഉയരവും തേടിപ്പോകുന്ന സഞ്ചാരികൾക്ക് നവ്യാനുഭവം സമ്മാനിക്കുന്നതാകും ഇത്തരം ടൂറിസം കേന്ദ്രങ്ങൾ. രാജീവിനൊപ്പം എസ് ശ്യാംകുമാർ, 24 പത്തനംതിട്ട. പ്രേക്ഷകരെ, വീണ്ടും നിങ്ങൾക്ക് മൂന്നാറിലെ ബൊട്ടാണിക് ഗാർഡനിലേക്ക് സ്വാഗതം. ദേവികുളം റോഡിലാണ്, NH-ലാണ് ഇതുള്ളത്. 5 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ നിൽക്കുമ്പോൾ സുഖകരമായ കഴിയാണ്. ഇത് മാട്ടുപ്പെട്ടിയിൽ നിന്ന് വരുന്ന കുണ്ടള ആറാണ്. ഈ 3 ആറുകൾ ചേർന്നാണ് മൂന്നാർ ഉണ്ടായത്, നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ മുതിരപ്പുഴ, കുണ്ടള, ഈ ആറുകളെല്ലാം ഉൾപ്പെടുന്ന 3 ആറുകൾ ചേർന്ന സംഗമ ഭൂമി. മനോഹാരിതയ്ക്കാണ് ഭൂമി. യഥാർത്ഥത്തിലെ കാശ്മീരിനെ കുറിച്ച് പറഞ്ഞ ഭൂമിയിലൊരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് ഇതാണ്, കേരളത്തിലൊരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ രേഖപ്പെടുത്താം. ഇനി പെട്ടെന്ന് നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മോർണിംഗ് ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇടവേളയിലേക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ലോകമെമ്പാടുമുള്ള 24 പ്രേക്ഷകർക്ക് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കുക. ഇന്നലെയെല്ലാം അടിച്ചു പൊളിക്കുമെന്ന് എനിക്കറിയാം. ഇന്ന് ജനുവരി 1 ഈ പുതുവത്സര ദിനത്തിൽ നിങ്ങൾ നന്നായിട്ട് ആഘോഷിക്കുക. അപ്പോൾ നമ്മുടെ എന്താ സുഹൃത്തെ പേര്? അനിൽ. താങ്കൾ? നിങ്ങളൊക്കെ എന്തോ പരിപാടി ഇവിടെ? കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സ്റ്റാഫാണ്. ആരായിട്ട് ഓണർ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ? ബിജു ജോർജ്, സെഞ്ചുറി. ഇവിടെ ഉണ്ടോ അദ്ദേഹം? ഇവിടെ ഇല്ല, ഇന്ന് അല്ല വൈകിട്ട് പോയതാ. 7 ദിവസമായിട്ട് 24-ാം തീയതി തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓ ശരി ശരി. അപ്പോൾ അദ്ദേഹം നമ്മൾ അന്വേഷിച്ചെന്ന് പറയാം. അദ്ദേഹം നന്നായിട്ടൊക്കെ സംരക്ഷിക്കുന്നു, വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല കാര്യം, ഈ ന്യൂ ഇയറിനെ വരവേൽക്കാൻ നമ്മുടെ പ്രവാസികൾ ഒരുങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ദമാമിൽ വലിയ ആഘോഷമായിരുന്നു. ദമാമിൽ ഒരുപാട് മലയാളികൾ ചേക്കേറിയ സ്ഥലമാണ്. ദമാമിൽ നടന്ന ആഘോഷങ്ങളിലേക്ക്, പുതുവത്സര ആഘോഷങ്ങളിലേക്കാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. എസ്കെൻ, തീർച്ചയായിട്ടും സൗദിയിലെ പ്രവാസി മലയാളികളും വളരെയേറെ ആവേശത്തോടെയാണ് പുതുവത്സരത്തെ സ്വീകരിച്ചത്. സൗദിയിൽ നല്ല തണുപ്പാണ്, എങ്കിലും അതൊന്നും വകവെക്കാതെ തന്നെയാണ് പ്രവാസി മലയാളികൾ പുതുവർഷത്തെ ഏറെ ആഘോഷപൂർവ്വം സ്വീകരിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. പ്രായഭേദമന്യേ എല്ലാവരും തന്നെ വളരെ ആഘോഷത്തിലായിരുന്നു. 2023 പുതുവർഷത്തെ സ്വീകരിക്കാനുള്ള ആവേശത്തിലായിരുന്നു. ഓക്കെ. എന്ത് തോന്നുന്നു? ഇവിടെ സാധാരണ നാട്ടിലാണല്ലോ, ഇവിടെ ഈ 2023 പുതുവർഷം എത്തുമ്പോൾ ഇവിടുത്തെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനൊക്കെ ഇവിടെ വന്നായിരിക്കുമല്ലോ. ഏറ്റവും നല്ലതായി തോന്നുന്നു. മാറുന്ന സൗദിക്കൊപ്പം ഞങ്ങൾ പങ്കുചേരുകയാണ് ഈ ആഘോഷ രാവിലെ. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ഇവരുടെ മുഖങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആഹ്ലാദത്തോടെയാണ് ഈ പുതുവർഷത്തെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം, ഒരു അടിപൊളി തുടക്കം. എന്താണ് പറയാനുള്ളത്? 2023 നല്ലൊരു തുടക്കമാവട്ടെ. ഇപ്പോൾ പറഞ്ഞ പോലെ സൗദി അറേബ്യയുടെ ഒരു മാറ്റമാണ്. ആ മാറ്റത്തിനൊപ്പം നമ്മളും മാറും എന്നുള്ള ചിന്താഗതിയിൽ നല്ല ഒരു വളർച്ച സൗദി നേടും. അതോടുകൂടി നമ്മളും വളരട്ടെ, എല്ലാവരും വളരട്ടെ. എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി. എന്തും തോന്നുന്നു? വളരെയധികം സന്തോഷം. പുതിയൊരു വർഷം, പുതിയ കാൽവെപ്പ്, പുതിയ തുടക്കം, എല്ലാതും കൊണ്ടും നല്ലതായിരിക്കട്ടെ ഈ വർഷം. വളരെ സന്തോഷം. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം എന്ന് തന്നെ പറയാം. വളരെ സന്തോഷം തോന്നുന്നു. പുതിയ പ്രതീക്ഷകളുടെ, പുതിയ
പല തുടക്കങ്ങൾ പുതിയ മാനങ്ങളുടെ ഒരു തുടക്കമാവട്ടെ ഈ 2023 ആശംസിക്കുന്നു എല്ലാവർക്കും. ഐക്യവും. ഇവിടെ എന്താണ് മാറിക്കൊണ്ടിരിക്കുന്ന സൗദിയുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പുതുവർഷ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. വീണ്ടും ഒരു പുതുവർഷ പുലരി എത്തുമ്പോൾ ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രവാസികൾ കാത്തിരിക്കുന്നതും ആ പുതുവർഷത്തെ പ്രവാസികൾ സ്വീകരിക്കുന്നതും. ക്യാമറമാൻ നിഷാദിനോടൊപ്പം സുബൈറുദ്ദീനൂർ, 24 ദമാം. പ്രേക്ഷകരെ, ഞാൻ നിൽക്കുന്നത് കുണ്ടളയാറിലാണ്. മാട്ടുപ്പെട്ടിയിൽ നിന്ന് വരുന്ന ഈ 3 ആറുകൾ ചേർന്നാണ് മൂന്നാറെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിൽക്കുമ്പോഴല്ലോ അല്ല സൂപ്പർ തണുപ്പാണ് കേട്ടോ, കിടിലൻ തണുപ്പാണ്. പക്ഷേ ഇതിനകത്ത് വന്നൊന്ന് കുളിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ സന്തോഷമായിരിക്കും. അപ്പോൾ എൻ്റെ അമ്മോ, വെള്ളത്തിൻ്റെ ശുദ്ധമായ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ലൈവിനകത്ത് മോന്ത കുത്തി വീണു എന്ന് പ്രേക്ഷകർ പറയും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. കാലൊക്കെ നല്ല കണ്ടറേ, സൂപ്പറായി. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ നമ്മൾ അഖിലയെ പരിചയപ്പെടുന്നു. അഖിലയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ചാർജ്. അഖില, ആദ്യം ഈ മൂന്നാറിനെ കുറിച്ച് പറയും. 3 ആറുകൾ ചേർന്ന മൂന്നാർ. 3 ആറ് ചേർന്ന് പറഞ്ഞ മാട്ടുപ്പെട്ടി, നല്ലതണ്ണി, കണ്ണിയാർ, ഈ 3 വെള്ളവും ചേർന്നാണ് മുതലപ്പുഴയാർ. ഇത് 3 നമ്മുടെ ഹെഡ്വർഡ്സിനോട് ഇവിടെ ഉണ്ട്. അവിടെയാണ് ഈ 3 വെള്ളവും മുട്ടുന്നത്. അതാ മുതലപ്പുഴയാണ് പേര് വന്നത്. അങ്ങനെയാണ് വന്നത്. അഖില എന്ത് കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ചാർജ്? ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ചാർജ് അഖിലേക്കാണല്ലോ. അതെ, ഇതിന്റെ ചാർജിനെയാണ്. അഖില വലിയ VIP ആട്ടോ. ഇവിടെ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാ ആൾക്കാരും പറയുന്ന ഒരു പേരാണ് അഖില. അവിടെ നമ്മുടെ CPM നേതാവ് KV ശശി എല്ലാ കാര്യം അഖിലയോട് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ് ഈ അഖില? ഞാൻ പല ആൾക്കാരോടും തിരക്കി. അഖില സൂപ്പർ എന്ന് മനസ്സിലായി. ഞാൻ പാർട്ടിയിലെ ഒരു മെയിൻ പുള്ളിയാണ്. മഹിളയുടെ ട്രഷറാണ്, ജില്ലാ ട്രഷറാണ് ഞാൻ. KV ശശിക്ക് വലിയ വാത്സല്യമുള്ള നേതാവാണല്ലോ. ഓക്കെ, റെഡി. നമ്മൾ പഴയ സുഹൃത്താ KV ശശി, നമ്മുടെ പഴയ സ്നേഹിതനാണ്. അതെ, സഖാവ് നല്ല സഖാവാണ്. എല്ലാവർക്കും നല്ല ഹെൽത്തി മൈൻഡ് ഉള്ളതാണ്, മാന്യൻ. അതെ. അപ്പോൾ പറഞ്ഞോളൂ, ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്ര വർഷമായി വന്നിട്ട്? ഇത് തുടങ്ങിയിട്ട് 4 ഇയേഴ്സ് ആയി. 2018 തുടങ്ങിയത്. പക്ഷെ ഇത് ഓപ്പണിംഗ് ചെയ്തത് വന്ന് 2019 ജനുവരി 1 ആണ് തുടങ്ങിയത്. അപ്പൊ വിന്റർ കാർണിവലിന്റെ പ്രോഗ്രാമാണ് ഞങ്ങൾ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അത് തുടങ്ങി 15 ദിവസം ആയും കഴിഞ്ഞ് കൊറോണ വന്നു. പിന്നെ അത് ലോക്ക്ഡൌൺ ഇങ്ങനെ ആയപ്പോ അടച്ച് പ്രശ്നമായി. ഇപ്പൊ എങ്ങനെയുണ്ട് അവസ്ഥ? ഇപ്പോ നല്ല അടിപൊളിയാണ്, നല്ല പബ്ലിസിറ്റിയാണ്. അല്ല, ഒരാളിന് 50 രൂപയേ ഉള്ളൂ. 14 ഏക്കറാണ്, പക്ഷെ 50 രൂപയേ ഉള്ളൂ. 14 ഏക്കറാണ്. അല്ലല്ല, 14 ഏക്കർ അങ്ങനെയല്ല, 14 ഏക്കറുണ്ട്. ഈ മൂന്നാറിലെ വലിയ ഗാർഡൻ ആണ്. ഒത്തിരി ആൾക്കാർ വന്ന് ടൈം സ്പെൻഡ് പണിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഇത്. ഫോറിൻസ് ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒത്തിരി നേരം സമയം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നത്. അവര് ചിൽഡ്രൻസ് ആണെങ്കിൽ 30 ഉള്ളു, അഡൽട്ട്സ് 50 ഉള്ളു. പിന്നെ ഞങ്ങളിപ്പോ പ്രോഗ്രാം ഒക്കെ നടത്തിയായിരുന്നു. ഈ അഖില തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഫാമിലി കൊണ്ടുവന്ന് എത്ര കാലമായി? അത് 2-3 തലമുറയായോ? അപ്പൊ അഖിലയുടെ ജോലിയിലേക്ക് മടങ്ങാൻ ഞാൻ എന്റെ ജോലിയിലേക്ക് മടങ്ങുന്നു. താങ്ക് യു അഖില. അഖില കണ്ടുമുട്ടിയിൽ വളരെ സന്തോഷം. അപ്പൊ പ്രേക്ഷകർക്ക് അറിയും പോലെ ഇനി നമുക്ക് മണിക് സർക്കാരിലെ ത്രിപുരയിലെ മണിക് സർക്കാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മുൻ മുഖ്യമന്ത്രിയായിരുന്നു, CPM നേതാവാണ്. മണിക് സർക്കാർ പറയുന്നത് ത്രിപുരയിൽ CPM ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്നു എന്നാണ്. എന്തൊക്കെയായിരിക്കാം അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ? അതിലേക്കാണ് മണിക് സർക്കാർ സംസാരിക്കുന്നത്. ത്രിപുര മുൻ മുഖ്യമന്ത്രിയും CPM പോൾ ബ്യൂറോ അംഗവുമായ മണിക് സർക്കാർ ചേരുകയാണ് 24-നൊപ്പം. കോംറേഡ്, ഹൗ ഈസ് ദ ഇലക്ഷൻ സിറ്റുവേഷൻ ഇൻ ത്രിപുര? Election schedule has not yet been announced. So far, my knowledge goes, on 5th of January next, the Election Commission is going to publish the electoral roll, on the basis of which the Tripura Assembly election will take place. 2018 election, they have not implemented their promises. That is one part. Economic condition is very, very bad, turning bad to worse every day. Particularly, the Constitution of India does not work in Tripura. Democracy is under severe attack. Civil liberties, freedom of speech, all have been actually scattered down. Starvation, half starvation, starvation death,
even selling of children. All these things became the matter of past history. But now all these things have started returning back. And Tripura, you have said already that they have declared that they would contest in 35 seats. Left is there. So we have been fighting. Even during this BJP fascistic rule, I should say. BJP and IPFT already declared that their alliance will continue. And Tripura Modo states that they will contest in 35 seats, at least in 35 seats. So there is Trinamool Congress also, they will also fight, and Left Front is there. So can we expect a 4-corner fight or 5-corner fight this time in Tripura? In this situation, we have been fighting. We are not bowing down. We are being blamed. Our party officials attacked, arson, ransacked, looted, locked down, and illegally occupied. All these things are there, but we are not bowing down. This is Communist Party. Of course, BJP had not that strong even before 2018 election. Large chunk of the electorate who used to vote Congress in a traditional manner, in the last election, they voted BJP. That actually helped BJP. Can we expect any Bengal model understanding with Congress in Tripura also this time? There's no model to us. Bengal model, Kerala model, Andhra model, or Tamil Nadu model. Actually, with the Communist Party of India, Marxist being led by the decision of the party center, and of course, above that, that is our party Congress decision. Congress, you see, political alliance, question of political alliance, that does not arise. There is reason, because people have experienced, they have their experience with regard to the left-front government, and they are now experiencing about the BJP government, and that has actually created crystal clear understanding to the people what is the difference between left-front government and BJP-led government. Now, clear to them, yes, what we said those days, that was actually correct analysis, understanding with regard to BJP. മണി സർക്കാർ ഫ്രം ത്രിപുര. അദ്ദേഹം പറയുന്നത് CPM ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് തന്നെയാണ്. ഈ തങ്ങൾ എഴുതി തള്ളാനായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെ രാഷ്ട്രീയ തന്ത്രങ്ങൾ വരും കാലത്ത് അദ്ദേഹം ഫയറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ പുതുവത്സര ദിനത്തിൽ ഈ മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. മാത്രമല്ല, മനോഹരമായ ഈ മൂന്നാറിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് പ്രേക്ഷകരുടെ കണ്ണുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് എൻ്റെ വിശ്വാസം. അപൂർവമായ ഒരു കാഴ്ചയാണ്, എനിക്കും വലിയൊരു അനുഭവമായി. ഞാൻ മൂന്നാറിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആധികാരികമായി ആഴത്തിലേക്ക് ഇറങ്ങി ഒരു മൂന്നാർ യാത്ര നടത്തിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഒരുപാട് കാലം ഇവിടെ ടാറ്റ ജനറൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഈ ആശുപത്രിയാണ് ആളുകൾക്ക് അവലംബിക്കാവുന്ന ഏക ആശുപത്രി. ടാറ്റ GH-ലൊക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷേ ഈ മൂന്നാർ പരിസര പ്രദേശം വന്നു, ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇതിൻ്റെ പരിസരമൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. പ്രേക്ഷകർക്കും അത് വലിയ ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ പുതുവത്സര ദിനത്തിൽ നിങ്ങളോട് എനിക്ക് ഒരിക്കൽ കൂടി ആശംസിക്കാനുള്ളത്, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, അയൽവാസിയോട് സ്നേഹവും വാത്സല്യമുള്ള ഒരു നല്ല ശുദ്ധ അയൽവാസിയായിട്ട് നമ്മളെല്ലാവരും മാറുക. ലോകത്തെവിടെ പോയാലും മലയാളിയാണ് എന്ന പേര് നമ്മൾ കേൾപ്പിക്കുക. പ്രവാസികൾക്ക് പ്രത്യേകിച്ചും നന്ദി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് 24 കാണുന്ന, അതേപോലെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വരുന്ന ഈ 24 കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. നിങ്ങൾക്കും കുടുംബത്തിനും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി ബിഗ് ബ്രേക്കിങ്ങിൻ്റെ ഊഴം സുജയ പാർവതി നമുക്കൊപ്പം ബിഗ് ബ്രേക്കിങ്ങുമായി ചേരുന്നു. You are watching 24 from News Headquarters, Kochi.